ഇവിടെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അത് സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായിട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? അത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല. ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിൻ്റെ നവയുഗ മാനവിക ധർമ്മം. മതങ്ങൾ നിർവചിച്ചു വെച്ചതേയല്ല ഗുരുവിൻ്റെ ഈ നവയുഗധർമ്മം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ? ഇല്ല. സർവമതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പോൾ വ്യക്തമാവുന്നത് എന്താണ്? മതാതീതമായ മാനുഷികത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ്. അതിനെ സനാതന തത്വത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും. സനാതനധർമ്മത്തിൻ്റെ പര്യായമോ അവിഭാജ്യ ഘടകമോ ആണ് വർണ്ണാശ്രമധർമ്മം. ചാതുർവർണ്ണ്യപ്രകാരമുള്ള വർണ്ണാശ്രമധർമ്മം അത് ഉയർത്തിപ്പിടിച്ചത് എന്താണ്? കുലത്തൊഴിലിനെയാണ്. ശ്രീനാരായണ ഗുരു ചെയ്തതോ കുലത്തൊഴിലിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയാണ് ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവാകുക? ചാതുർവർണ്ണ്യ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമായിരുന്നു ഗുരുവിൻ്റെ സന്യാസ ജീവിതം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിൻ്റെ വക്താവാകും? വർണ്ണവ്യവസ്ഥയ്ക്കെതിരായ ധർമ്മമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത്. സനാതനധർമ്മത്തെ അനുസരിക്കുന്നതും സംശയത്തോടെ കാണുന്നതും വെല്ലുവിളിച്ച് ധിക്കരിക്കുന്നതുമായ 3 ധാരകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലെ 3ാമത്തെ ധാരയുടെ പ്രതിനിധിയാണ് ഗുരു. ആദ്യമേ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കട്ടെ. ഇന്നത്തെ ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടൽ, അതിൻ്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഞാനത് പ്രത്യേകമായി എടുത്തു പറയുന്നത്, നമ്മുടെ മാധ്യമങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, മറ്റെന്തെങ്കിലും വിവാദത്തിന് അവസരമുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് ചെയ്യുക. അവരെ ഓർമ്മിപ്പിക്കാനാണ്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പ്രാധാന്യമുള്ള ഇനം, നമ്മുടെ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധന പൊതുവെ കാണാൻ കഴിയും. അതിനാണ് കാലാനുസൃതമായ മാറ്റം. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട്. ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണ്. ആരെയും നിർബന്ധിക്കേണ്ടതില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിന്ന പല ആചാരങ്ങളും കാലാനുസൃതമായി മാറിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതിന് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന നിലയാണ് ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങളെല്ലാം ഈ നിലയാണ് സ്വീകരിച്ചു പോവുക എന്ന് അദ്ദേഹം പറഞ്ഞത്
അത് ശ്രീനാരായണ ബന്ധമുള്ള ആരാധനാലയങ്ങൾ മാത്രമായിരിക്കില്ല, മറ്റ് ആരാധനാലയങ്ങൾ കൂടി ആ മാതൃക പിന്തുടരാനിടയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സമ്മേളനം നടക്കുന്ന ഘട്ടം വൈക്കം സത്യാഗ്രഹം, ആലുവ സർവമത സമ്മേളനം ഇവയുടെയൊക്കെ അനുഭവമെടുത്താൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തെ സമ്പുഷ്ടമാക്കിയ സുപ്രധാന സംഭവങ്ങളാണ്. ആ സംഭവങ്ങളുടെ ശതാബ്ദി ഘട്ടമാണ് ഇത് എന്ന് നമുക്കേവർക്കും അറിയാം. ആ ചരിത്ര സംഭവങ്ങൾ മുന്നോട്ട് വെച്ച ആശയങ്ങളും അവയുടെ പശ്ചാത്തലത്തിൽ ഒരു നൂറ്റാണ്ട് മുൻപ് മഹാനായ ഗുരു ഉദ്ബോധിപ്പിച്ച കാര്യങ്ങളും എല്ലാം ഏറെ പ്രസക്തമായി തുടരുന്ന അത്തരമൊരു കാലത്താണ് ഈ സമ്മേളനം നടക്കുന്നത് എന്ന് നാം ഓർക്കണം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മതത്തിൻ്റെ പേരിലുള്ള ചിന്തകൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നീങ്ങുന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് നിത്യേന പുറത്തു വരുന്നത്. വംശീയ വേർതിരിവുകളാലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങളാലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചോരപ്പുഴകൾ ഒഴുകുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, പാവപ്പെട്ട സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി ജീവൻ വെടിയേണ്ട അവസ്ഥ പോലും വന്നു ചേരുന്നുണ്ട്. മനുഷ്യർക്ക് വംശീയമായ വിദ്വേഷത്തിൻ്റെ തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ആ പ്രദേശത്തു നിന്ന് തന്നെ കൂട്ടപ്പലായനം ചെയ്യുകയാണ്, ഓടിപ്പോവുകയാണ് ജീവൻ രക്ഷിക്കാനുള്ള വ്യഗ്രതയിൽ. ഇവിടെ എല്ലായിടത്തും ചോർന്നു പോകുന്നത് മനുഷ്യത്വമാണ്. അത് പാലസ്തീനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും മണിപ്പൂരിലായാലും മറ്റെവിടെയായാലും ഓരോ വംശീയ സംഘർഷവും മുറിവേൽപ്പിക്കുന്നത് മനുഷ്യത്വത്തിനാണ്. ചോർന്നു പോകുന്ന മനുഷ്യത്വം മനുഷ്യരിൽ ഉൾച്ചേർക്കുവാൻ എന്താണ് വഴി? അത്തരമൊരു ആലോചനയിലേക്ക് നാം കടന്നാൽ ഗുരു സന്ദേശങ്ങൾക്കുള്ള പ്രസക്തി കൂടുതൽ വ്യക്തമായി വരും. ജാതിയുടെയും മതത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ അക്രമം നടത്തുന്നവരിലേക്ക് പല മതസാരവും ഏകം എന്ന സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ തോതിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കും. കൊല്ലുന്നതും എങ്ങനെ ജീവികളെ എന്ന ഗുരുവിൻ്റെ കാവ്യശകലം എത്തിക്കാൻ ഇതോടൊപ്പം കഴിയേണ്ടതുണ്ട്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുവചനത്തിൻ്റെ വെളിച്ചവും എത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണ് ഗുരുവിൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിയണം. അതായിരിക്കും നിഷ്ഠുരതയെ മനുഷ്യത്വം കൊണ്ട് പകരം വെക്കാനും അങ്ങനെ വർഗീയ വംശീയ വിദ്വേഷങ്ങളെയും അവയുടെ അടിസ്ഥാനത്തിലുള്ള നരമേധങ്ങളെയും ഒഴിവാക്കാനുള്ള വഴി. അതുകൊണ്ടാണ് ഗുരു സന്ദേശങ്ങൾക്ക് സാർവദേശീയവും സാർവകാലികവുമായ പ്രസക്തിയുണ്ട് എന്ന് പറയുന്നത്. ഗുരു ജീവിച്ച് മനുഷ്യത്വം പടർത്തിയ മണ്ണാണിത്. അതുകൊണ്ടാണ് കേരളത്തിൽ വംശീയ വിദ്വേഷം അത്ര ഭീകരമായ തോതിൽ ആളിപ്പടരാതിരിക്കുന്നത്. അതുകൊണ്ട് ആമുഖമായി തന്നെ പറയാനുള്ളത് ഗുരു സന്ദേശങ്ങൾ ലോകമെമ്പാടും പടർത്താനുള്ള ശ്രമം നടത്തണമെന്നതാണ്. ഈ അടുത്ത കാലത്ത് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി റോമിൽ ആഘോഷിക്കുകയും മാർപ്പാപ്പ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തത് ഏറെ ശ്ലാഘനീയമാണ്. അത്തരം മുൻകൈകൾ ശക്തിപ്പെടുത്താൻ ഈ ശിവഗിരി തീർത്ഥാടനം ഉതകേണ്ടതുണ്ട്. ഇവിടെ ഒരു പ്രശ്നം നമ്മളെല്ലാവരും ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അത് സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം നടക്കുന്നുണ്ട്. ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രസംഗകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായിട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ് എന്ന് കരുതുകയാണ്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല. മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള
ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു. സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? അത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല. ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്തു നിൽക്കുന്നതാണ് ഗുരുവിൻ്റെ നവയുഗ മാനവിക ധർമ്മം. മതങ്ങൾ നിർവചിച്ചു വെച്ചതേയല്ല ഗുരുവിൻ്റെ ഈ നവയുഗ ധർമ്മം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ? ഇല്ല. സർവമതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പോൾ വ്യക്തമാവുന്നത് എന്താണ്? മതാതീതമായ മാനുഷികത്തിൻ്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ്. അതിനെ സനാതന തത്വത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും. സനാതനധർമ്മത്തിൻ്റെ പര്യായമോ അവിഭാജ്യ ഘടകമോ ആണ് വർണ്ണാശ്രമധർമ്മം. ചാതുർവർണ്ണ്യപ്രകാരമുള്ള വർണ്ണാശ്രമധർമ്മം അത് ഉയർത്തിപ്പിടിച്ചത് എന്താണ്? കുലത്തൊഴിലിനെയാണ്. ശ്രീനാരായണ ഗുരു ചെയ്തതോ കുലത്തൊഴിലിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയാണ് ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവാകുക? ചാതുർവർണ്ണ്യ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമായിരുന്നു ഗുരുവിൻ്റെ സന്യാസ ജീവിതം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നുദ്ഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിൻ്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിൻ്റെ വക്താവാകും? വർണ്ണവ്യവസ്ഥയ്ക്കെതിരായ ധർമ്മമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത്. സനാതനധർമ്മത്തെ അനുസരിക്കുന്നതും സംശയത്തോടെ കാണുന്നതും വെല്ലുവിളിച്ച് ധിക്കരിക്കുന്നതുമായ 3 ധാരകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലെ 3ാമത്തെ ധാരയുടെ പ്രതിനിധിയാണ് ഗുരു. ഗോത്രവ്യവസ്ഥ പിൻവാങ്ങി വർണ്ണവ്യവസ്ഥ വരുന്ന കാലമാറ്റത്തിൻ്റെ ഘട്ടത്തിലുണ്ടായ സാംസ്കാരിക ഉൽപ്പന്നമാണ് മഹാഭാരതം. അതുപോലും എന്താണ് ധർമ്മം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാതെ സംശയത്തിൻ്റെ ചോദ്യചിഹ്നമുയർത്തി പിൻവാങ്ങുന്നതേയുള്ളൂ. ധർമ്മയുദ്ധം നടത്തി എന്ന് പറയുന്ന ധർമ്മപുത്രർ ഉടലോടെ സ്വർഗത്തിൽ ചെന്നു. അപ്പോൾ അതുവരെ അധർമ്മത്തിൻ്റെ യുദ്ധം നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട ദുര്യോധനെ അവിടെ കാണുന്നു. സ്വർഗത്തിൽ പോകാനുള്ള നന്മ കൗരവർ ചെയ്തതായി സൂചിപ്പിക്കുന്നിടത്ത് ധർമ്മത്തെക്കുറിച്ച് മഹാഭാരതം തന്നെ സന്ദേഹമല്ലേ ഉണർത്തുന്നത്? ആ സന്ദേഹം പിന്നെ ചോദ്യം ചെയ്യലായി വളർന്നു. ആ ചോദ്യം ചെയ്യൽ ഏറ്റവും ശക്തമായി നടത്തിയത് നമ്മുടെ ഗുരുവാണ് എന്നതാണ് സത്യം. സനാതനധർമ്മത്തിൻ്റെ രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ പല പരിഷ്കാരങ്ങളും തിരുവിതാംകൂറിൽ വരുത്തിയത്. ഇന്നും ഇടക്കിടക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന വാക്കാണ് സനാതന ഹിന്ദുത്വം. രാജാധിപത്യത്തിനും വർഗീയാധിപത്യത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു ഈ വാക്ക് എന്നത് ശ്രദ്ധിക്കണം. സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ പഴയ രാജവാഴ്ചക്കാലമാണ്. ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ജനാധിപത്യം അലർജിയാണെന്നതിനും മറ്റെന്ത് തെളിവാണ് വേണ്ടത്? സനാതന ഹിന്ദുത്വം എന്നത് അതിമഹത്വവും അഭിമാനകരവുമായ എന്തോ ഒന്നാണ് എന്നും അതിൻ്റെ പുനഃസ്ഥാപനമാണ് എല്ലാ സാമൂഹ്യ പ്രശ്നങ്ങൾക്കുമുള്ള ഏക പോംവഴി എന്നുമുള്ള വാദം ശക്തിപ്പെടുന്ന കാലമാണിത്. ഇതിൻ്റെ മുഖ്യ അടയാളവാക്യമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്ന ആശയവാക്യമാണ്. ലോകത്തിനാകെ സുഖമുണ്ടാവട്ടെ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ഒരു വിധത്തിലും എതിർക്കപ്പെടേണ്ടതല്ലല്ലോ. ഏറ്റവും ഉദാത്തമായ ഒരു സങ്കല്പമാണല്ലോ. ലോകത്ത് ഇത്ര ശ്രേഷ്ഠമായ ഒരടയാളവാക്യം മുന്നോട്ട് വെച്ചത് ഹിന്ദുത്വം മാത്രമല്ലേ? ഇതൊക്കെയാണ് ഉയർത്തുന്ന വാദങ്ങൾ. ഈ വാദം ആവർത്തിക്കുന്നവർ
ഇതിന് തൊട്ടു മുൻപുള്ള വരി ബോധപൂർവം മറച്ചു വെക്കുന്നുണ്ട്. ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം, ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ഇതാണ് തൊട്ടു മുൻപുള്ള ആ വരി. എന്ന് പറഞ്ഞാൽ ഗോവിനും, അതായത് പശുവിനും, ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്നർത്ഥം. ഇതൊന്ന് ചേർത്ത് വായിക്കുക. അങ്ങനെ വന്നാൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി. എത്രയധികം ചേർന്നു പോകുന്നു. ലോകാസമസ്തോ സുഖിനോ ഭവന്തു എന്ന സനാതനത്വത്തിന്റെ മുദ്രാവാക്യവും ഇന്നത്തെ പശു കേന്ദ്രീകൃത ബ്രാഹ്മണ കേന്ദ്രീകൃത രാഷ്ട്രീയവും എന്ന് നോക്കുക. അക്കാലത്ത് നിലനിന്ന സാമൂഹ്യ അനീതികളൊക്കെ ഇന്ന് മാഞ്ഞുപോയി എന്ന് കരുതാനാവുമോ? അതൊക്കെ പല രൂപങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്ന് രാഷ്ട്രീയാധികാരത്തിന്റെ രക്ഷാകർതൃത്വം അതിനുണ്ടായിരുന്നു. ആ രക്ഷാകർതൃത്വം ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ, ഗ്രാമങ്ങളിൽ ഇന്നും ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും പീഡിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ പീഡകരൊക്കെ നിയമവ്യവസ്ഥക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതിനൊക്കെ സംരക്ഷണമേകുന്നവരുടെ വാദമാണ് സനാതന ധർമ്മവാദം. അതായിക്കോട്ടെ, പക്ഷേ ഗുരുവിനെ അതുമായി ചേർത്ത് വെക്കേണ്ട കാര്യമില്ല. ഒരാശയത്തെ നമ്മൾ പിന്തുടരേണ്ടത് ലോകത്തിനാകെ വെളിച്ചം പകരുകയും ആ ആശയം ലോകത്തിനാകെ വെളിച്ചം പകരുകയും അത് മനുഷ്യ ജീവിതങ്ങളെ മെച്ചപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ്. ആ ആശയം കാരണം മനുഷ്യൻ ദുഃഖിക്കാനും കഷ്ടപ്പെടാനും തുടങ്ങുന്നുവെങ്കിൽ അതിനെ സ്വാഭാവികമായും അകറ്റി നിർത്തണം. അങ്ങനെ എത്രയെത്ര ആശയങ്ങളാണ് കാലത്തിനൊപ്പം നവീകരിക്കപ്പെടാത്തത് കൊണ്ട് വിസ്മൃതിയിൽ ആണ്ടുപോയത്. എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ അദ്ദേഹം ജനിച്ചു ജീവിച്ച സഹസ്രാബ്ദത്തെയും കടന്ന് ലോകത്തിനാകെ വെളിച്ചം പകരുകയാണ്. അതിലുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വം. ആ യുഗപ്രഭാവന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് നടത്തപ്പെടുന്ന ശിവഗിരി തീർത്ഥാടനവും അങ്ങനെ മഹത്വമാർജിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ശിവഗിരി തീർത്ഥാടനം? ഇക്കാര്യത്തിൽ ഗുരുവിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ശ്രീബുദ്ധന്റെ അഷ്ടാംഗമാർഗം പോലെ 8 കാര്യങ്ങൾ ഗുരുവും നിർദ്ദേശിക്കുകയുണ്ടായി. വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക പരിശീലനം. ഇങ്ങനെ 8 കാര്യങ്ങളാണ് ഓരോ ശിവഗിരി തീർത്ഥാടകനും ലക്ഷ്യമായി കരുതേണ്ടത് എന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ അത് സ്വസമുദായത്തിൻ്റെ അഭിവൃദ്ധി മാത്രമല്ല, സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനമാണ് ഗുരു ലക്ഷ്യമാക്കിയത്. അറിവ് നേടാനും സാമ്പത്തികമായി സ്വാശ്രയത്തിലെത്താനുമാണ് ഗുരു ഉപദേശിച്ചത്. സാങ്കേതിക ജ്ഞാനമടക്കം നേടണമെന്ന് അന്നേ ഗുരു പറഞ്ഞു. എത്ര വലിയ ദീർഘദർശിത്വമാണ് അതിലുള്ളത്. ഗുരു ചൂണ്ടിക്കാണിച്ച പാതയിൽ സഞ്ചരിക്കാനാണ് കേരളം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതോടൊപ്പം കാർഷിക രംഗം സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാവുന്ന മേഖലകളെല്ലാം ആ രീതിയിലേക്ക് ഉയർത്താനുള്ള ശ്രമം നടക്കുന്നു. നാളെ മുതൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തോതിലുള്ളൊരു ക്യാമ്പയിൻ നാടാകെ ഏറ്റെടുക്കുകയാണ്. മഹാനായ ഗുരു ശുചിത്വത്തിന് ഏറ്റവും അധികം പ്രാധാന്യമാണ് കൽപ്പിച്ചത്. വിദ്യാഭ്യാസവും വ്യവസായവും തമ്മിലുള്ള ജൈവികമായ ബന്ധം രൂപപ്പെടുത്തി നാം മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഗുരു തെളിച്ച പാതയിലൂടെ മുന്നേറാനാണ് കേരളം ശ്രമിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയും. മനുഷ്യത്വത്തിൻ്റെ മഹത്തായ സന്ദേശം ലോകത്താകെ പടർത്തിയ തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരി. കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും മനുഷ്യ മനസ്സുകളുടെയും ഇരുളടഞ്ഞ കോണുകളിലേക്കാണ് വെളിച്ചം ശിവഗിരിയിൽ നിന്ന് പടർന്നു കയറിയത്. ആ വെളിച്ചം കാലത്തെ മാറ്റിയെടുത്തു, ലോകത്തെ മാറ്റിയെടുത്തു, മനുഷ്യ മനസ്സുകളെയും മാറ്റിയെടുത്തു. ജാതിക്കും മതത്തിനും എല്ലാവിധ വർഗീയ ചേരിതിരിവുകൾക്കും അതീതമായ മഹത്വപൂർണമായ
ആ സന്ദേശം ഉൾക്കൊള്ളാൻ വർഷം തോറും കൂടുതൽ കൂടുതൽ പേർ ശിവഗിരിയിലേക്ക് എത്തുന്നു. സത്യത്തിൽ ശിവഗിരി തീർത്ഥാടനം പൂർണ്ണമാവുന്നത് ശിവഗിരിയിലേക്ക് പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകി എത്തുന്നിടത്തല്ല, മറിച്ച് ഇവിടേക്ക് എത്തുന്ന പതിനായിരങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാരുണ്യപൂർവമായ മഹാസന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവരായി മാറണം. അവ ഉൾക്കൊണ്ട് മടങ്ങിപ്പോയി സ്വന്തം ജീവിതത്തിലും പൊതുജീവിതത്തിലും പകർത്തുന്നവരാവണം. ശിവഗിരിയിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ വർഷം തോറും തീർത്ഥാടകരായി എത്തേണ്ടത് നല്ല കാര്യം തന്നെയാണ്. ഇത് അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാസന്ദേശം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അവരെ ആകെ ഉൾക്കൊള്ളിക്കാനുള്ള തീവ്രമായ ശ്രമവും ഇതോടൊപ്പം നടക്കേണ്ടതായിട്ടുണ്ട്. ഗുരു സന്ദേശം ഉൾക്കൊള്ളുന്നതിൽ ശ്രദ്ധ വെക്കാതെ നടത്തുന്ന തീർത്ഥാടനങ്ങൾ പൊള്ളയായ ആചാരാനുഷ്ഠാനങ്ങൾ മാത്രമായി തരം താണു പോകും. അന്ധമായ ആചാരാനുഷ്ഠാനങ്ങൾക്കെതിരെയായിരുന്നു ഗുരു എന്നും പ്രവർത്തിച്ചു പോന്നിരുന്നത്. അത്തരമൊരു പശ്ചാത്തലത്തിൽ പൊള്ളയായ ആചാരം ഗുരു നിന്ദയായി മാറും. അതുണ്ടാവാതിരിക്കാനാണ് ഗുരുവിൻ്റെ മഹത്വമാർന്ന സന്ദേശങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവരാവണം ഓരോ തീർത്ഥാടകനും ആ തീർത്ഥാടകരുടെ യാത്രയും എന്ന് ഉറപ്പുവരുത്തൽ. ഇവിടെയാണ് എന്തായിരുന്നു യഥാർത്ഥ ഗുരു സന്ദേശം എന്നത് പരിശോധിക്കേണ്ടത്. അവിടെ നാം കാണാൻ കഴിയുക മനുഷ്യസ്നേഹമായിരുന്നു ഗുരുവിൻ്റെ സന്ദേശം. ആ സ്നേഹത്തിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവില്ല. അത്തരം വേർതിരിവുകൾ കൽപ്പിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് ഗുരു സഹിക്കുമായിരുന്നില്ല. അങ്ങനെയുള്ള ഗുരുവിനെ തന്നെ ജാതിയുടെയോ മതത്തിൻ്റെയോ വേലികെട്ടി അതിനുള്ളിൽ പ്രതിഷ്ഠിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാലോ അതിൽ കവിഞ്ഞ ഗുരു നിന്ദയുണ്ടാവാനില്ല. അക്കാര്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഓർമ്മിച്ചാൽ മാത്രം പോരാ, അത്തരം ശ്രമങ്ങൾക്കെതിരായി നല്ല ജാഗ്രത പുലർത്തുകയും വേണം. ആ ജാഗ്രത ഉണ്ടായില്ലെങ്കിൽ ഗുരു എന്തിനൊക്കെ വേണ്ടി നിലക്കൊണ്ടോ അതിനൊക്കെ എതിരായ പക്ഷത്തേക്ക് ഗുരുവിനെ തട്ടിയെടുത്ത് കൊണ്ടുപോയി പുനഃപ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. ഗുരു എന്തിനൊക്കെ എതിരെ പൊരുതിയോ അതിൻ്റെയൊക്കെ വക്താവായി ഗുരുവിനെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവും. അതുണ്ടായിക്കൂടാ. അത്തരം ദുർവ്യാഖ്യാനങ്ങൾ അനുവദിക്കില്ല എന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ കഴിയണം. സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ കേവലം ഒരു മതനേതാവായി അല്ലെങ്കിൽ മതസന്യാസിയായി കുറച്ചു കാണിക്കാനുള്ള ശ്രമങ്ങളെ തിരിച്ചറിയണം. ഗുരുവിന് മതമില്ല എന്ന് മനസ്സിലാക്കണം. ഗുരുവിന് ജാതിയില്ല എന്ന് മനസ്സിലാക്കണം. ലോകത്ത് മനുഷ്യരായി പിറന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ കാലവും ഗുരുവായിരിക്കേണ്ട ഒരു മഹാവ്യക്തിത്വത്തെ നമ്മുടെ പരിമിതമായ കാഴ്ചവട്ടത്തിനുള്ളിലെ ഒരു ജാതിയിലോ മതത്തിലോ ആയി തളച്ചിടുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. ഗുരുവിൻ്റെ ജാതി എന്താണ് എന്ന് ഒരാൾ ഒരിക്കൽ ഗുരുവിനോട് തന്നെ ചോദിക്കുകയുണ്ടായി. അതിന് ഗുരു കൃത്യമായി മറുപടി പറഞ്ഞു. ചരിത്രം കൃത്യമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുവിൻ്റെ വാചകം അതേ രീതിയിൽ ഞാൻ ഉദ്ധരിക്കുകയാണ്. നാം ജാതിഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും വത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ചില പ്രത്യേക വിഭാഗക്കാർ നമ്മെ അവരുടെ വിഭാഗത്തിൽപ്പെട്ടവനായി വിചാരിക്കുന്നു. അക്കാരണത്താൽ പലർക്കും നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണക്കിടവന്നിട്ടുണ്ടെന്നും അറിയുന്നു. നാം ഒരു പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. ഈ വസ്തുത പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധം ചെയ്തിരിക്കുന്നു. ഇതാണ് ഗുരുവിൻ്റെതായി ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള വാക്കുകൾ. ഒരു സംശയത്തിനും ആ വാക്കുകൾ പഴു നൽകുന്നില്ല. എന്നിട്ടും ഗുരു മതാചാര്യനാണെന്ന് പറഞ്ഞാലോ ഇക്കാര്യങ്ങളിൽ അന്തിമമായി ഗുരുവിൻ്റെ സ്വന്തം വാക്കുകളുണ്ടല്ലോ. അപ്പോ വ്യാഖ്യാനിക്കാൻ വ്യാഖ്യാതാക്കളായി നടിച്ച് ആരും പുതിയ ഭാഷ്യവുമായി ഇറങ്ങേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. സർവമത സമ്മേളനത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചല്ലോ. വാദിക്കാനും
ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കുവാനാണ് ഈ സമ്മേളനം എന്ന് സമ്മേളന പന്തലിൽ എഴുതി വെച്ചു. എന്താണ് അതിനർത്ഥം? മതങ്ങൾ തമ്മിൽ കലഹിക്കരുത്, വാദിച്ച് കലഹിക്കരുത് എന്നത് തന്നെ. പല മതസാരവും ഏകം എന്ന് പഠിപ്പിച്ച ഗുരു ഇങ്ങനെ ചെയ്തില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അങ്ങനെയുള്ള ഗുരുവിൻ്റെ സ്മൃതി തുടിച്ചു നിൽക്കുന്ന പവിത്രമായ സ്ഥലമാണ് ശിവഗിരി. ആ ശിവഗിരി എന്നും എല്ലാവർക്കും അവകാശപ്പെട്ടതായി തന്നെ തുടരണം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്നതായിരുന്നല്ലോ ഗുരുവിൻ്റെ സങ്കല്പം. അരുവിപ്പുറമായാലും ചെമ്പഴന്തിയായാലും ശിവഗിരിയായാലും ഗുരുവുമായി ബന്ധപ്പെട്ട ഏത് സ്ഥാനവും സ്ഥാപനവും എല്ലാവർക്കുമായി എന്നും തുറന്നിരിക്കണം. ആ ആശയത്തിൻ്റെ അനുരണനങ്ങൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ടാകണം. ലോകമാകെ ശ്രദ്ധിക്കുന്ന മാതൃകാസ്ഥാനമായി ഈ നാട് തന്നെ മാറിത്തീരണം. ഒരു വശത്ത് സാമുദായികമായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള പ്രവർത്തനം, മറുവശത്ത് മദ്യപാനം പോലുള്ള ദുസ്വഭാവങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം, ഇനിയും ഒരു വശത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയും സ്വാശ്രയത്വത്തിന് വേണ്ടിയുമുള്ള പ്രവർത്തനം. ഈ മൂന്ന് പ്രവർത്തന പദങ്ങളെ ശ്രീനാരായണ ഗുരു സമന്വയിപ്പിച്ചു. ഇത് കാണാതെ ഗുരുവിനെ ആത്മീയതയുടെ അന്വേഷകൻ മാത്രമായി പരിമിതപ്പെടുത്തി കാണരുത്. ഏകാന്തമായ ഏതോ ഗുഹയിൽ പോയിരുന്ന് ജീവിതാന്ത്യം വരെ പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് ഈ സമൂഹത്തെ മാറ്റിമറിക്കാൻ സന്ദേശങ്ങൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഗുരു ഇടപെടുകയായിരുന്നു. പ്രാർത്ഥനയല്ല, പ്രവൃത്തിയെ സാമൂഹ്യ മാറ്റം വരുത്തൂ എന്ന് ഗുരു പഠിപ്പിക്കുകയായിരുന്നു. സംഘടന കൊണ്ട് ശക്തരാകണം എന്ന മുദ്രാവാക്യം അക്കാലത്ത് എത്രമാത്രം പുരോഗമനപരമായിരുന്നു എന്നോർക്കുക. ഇക്കാലത്തും അത് വലിയ പ്രസക്തിയുള്ളതാണ്. മറ്റൊരു ഗുരുവും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നതും നാം ഓർക്കണം. വടക്ക് തീയ മഹാസഭ, തെക്ക് ഈഴവ മഹാസഭ, ഇതെല്ലാമുള്ള ഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹം നേതൃത്വം കൊടുത്തുള്ള സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. ആ സംഘടനയ്ക്ക് അദ്ദേഹം ജാതിപ്പേരല്ല നൽകിയത്. അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കണമെന്നല്ലാതെ മറ്റു വിഭാഗങ്ങൾക്കെതിരെ സംഘടിക്കണമെന്നല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നതും നാം മനസ്സിലെപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. മാനവികതയുടെ മഹാസന്ദേശമാണ് ഗുരു നൽകിയത്, ജാതീയതയുടെ സങ്കുചിത സന്ദേശമല്ല. ഐത്തത്തിൻ്റെ രൂക്ഷതയ്ക്കെതിരായി ഗാന്ധിജി തൻ്റെ ഹരിജൻ എന്ന പ്രസിദ്ധീകരണത്തിൽ ലേഖനം എഴുതിയതിന് പിന്നിൽ പോലും ശ്രീനാരായണ ചിന്തകളുടെ സ്വാധീനമുണ്ട് എന്ന് നാം കാണേണ്ടതാണ്. കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം വന്നതുപോലും ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാധീനം കൊണ്ടാണ്. ആ പ്രമേയം അവതരിപ്പിച്ച ടി.കെ. മാധവന് അതിനുവേണ്ട ഊർജം ലഭിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളിൽ നിന്നാണ്. ജാതിഭേദവും മതദ്വേഷവുമില്ലാത്ത ഒരു കേരളത്തെയാണ് ശ്രീനാരായണ ഗുരു സ്വപ്നം കണ്ടത്. സഹോദരങ്ങളായി എല്ലാവരും പാർക്കുന്ന മാതൃകാസ്ഥാനമായാണ് അദ്ദേഹം നാടിനെ സങ്കല്പിച്ചത്. അത് സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്താനുള്ള നീക്കം ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടായാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ വേണം ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടകനും മടങ്ങുന്നത്. എന്നാൽ മാത്രമേ ശിവഗിരി തീർത്ഥാടനം അർത്ഥപൂർണമാവുകയുള്ളൂ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ മഹാസമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.